ലാസ്റ്റ് ടൈം നമ്മുടെ R3 ബിൽഡ് ഇതാണ് നമ്മുടെ R3 ബിൽഡ് നമ്മളെല്ലാം ഊരി റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് റേസ് സ്പെക് ട്രാക്ക് സ്പെക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ മേജർ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എയർ ബോക്സ് ഭയങ്കര മാസീവ്, ഭയങ്കര ബൾക്കിയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഊരി മാറ്റിയേക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി കൂടി നമുക്ക് കാണുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് റൺ ചെയ്യുന്നത്. വെലോസിറ്റി സ്റ്റാക്ക് എന്നൊരു സംഭവമാണ്. അതിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അങ്ങനത്തെ ഓപ്പൺ ത്രോട്ടിൽ ബോഡീസ് വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യുന്നത്. ഈ എയർ ഫിൽറ്റർ എയർ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഇത് നമ്മുടെ ട്രാക്ക് ബൈക്ക്, ഇതിന് കുറച്ചെങ്കിലും റിലയബിലിറ്റി വേണം. അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോൾ ഒരു ബീറോൾ ഇട്ടേക്ക്. ഇതിൻ്റെ ഉള്ളിൽ മണ്ണോ കല്ലോ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ സ്ഥിരം ട്രാക്കിൽ ഓടുന്ന വണ്ടിയായതുകൊണ്ട് നമ്മുടെ BMC, നമ്മുടെ സ്പോൺസേഴ്സ് ഓൺ ദ ചാനലാണ് BMC എയർ ഫിൽറ്റർ. നമുക്കൊരു സ്പെഷ്യൽ സംഭവം അയച്ചത് ട്വിൻ എയർ ഫിൽറ്റർ എന്നാണ് പറയുന്നതിന്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതെന്താ സംഭവം, ഇത് അൺബോക്സിങ് ചെയ്ത് കാണിച്ചാൽ ഇതൊരു വെറൈറ്റീസ് ആണ്. അപ്പോൾ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ടാങ്കും ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഈ ഷ്രൗഡൊക്കെ മാറ്റിക്കളയാം. എന്നിട്ട് സീറ്റ് റിമൂവ് ചെയ്യണം. അങ്ങനത്തെ ഫുൾ സാധനം നമുക്ക് എന്നാലേ എയർ ബോക്സിൽ ആക്സസ് കിട്ടുള്ളൂ. എയർ ബോക്സിൽ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. സാധാരണ ചിലവരൊക്കെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ചും കൂടി അക്രമ ഐറ്റമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. സോ ഇതിന് രണ്ട് കണക്ഷൻസാണ് വരുന്നത്. ഫ്യൂൽ പമ്പിൻ്റെ ഒരു ഫ്യൂൽ ലൈനിലോട്ട് ഇഞ്ചക്ടറിലോട്ട് പോകുന്നൊരു കണക്ഷൻ ഉണ്ട്. ഈ ബ്രൗൺ ക്ലിപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് പുൾ ചെയ്തിട്ട് പുൾ ഔട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജിൻ്റെ പവർ സപ്ലൈ ഉണ്ട്. അതുപോലെ പമ്പിലോട്ടുള്ള ഫ്യൂൽ ഗേജിൻ്റെ റീഡിങ് എടുക്കാനുള്ള ലൈനാണ്. അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ടാങ്ക് ചുമ്മാ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എയർ ബോക്സ്. ഇത്ര വലിയൊരു എയർ ബോക്സ്. ഇതിൻ്റെ വെയിറ്റ് എത്രയും നമുക്ക് വെയ് ചെയ്ത് നോക്കാം. ഏകദേശം കണ്ടിട്ട് എൻ്റെ ഒരു വെച്ച് നോക്കിയിട്ട് ഇതൊരു 1.6 to 2.5 kilograms ഉണ്ടാവും. ആ വെയിറ്റ് നമ്മൾ സേവ് ചെയ്യുക. ഇത് ഊരി മാറ്റി, ഇത് ഊരി എടുത്ത് കളയുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനു മുമ്പ് നമുക്ക് സ്റ്റോക്ക് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ശബ്ദം കേൾപ്പിക്കാം. ഓക്കെ അത് കേൾപ്പിച്ചാൽ ഇത് വെച്ച് ചിലവരൊക്കെ പറയേണ്ട ഹൈ പെർഫോമൻസ് ഫിൽറ്റർ വെച്ച് തന്നെ ചേഞ്ച് വരുമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. സോ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് നമ്മൾ ടാങ്ക് കണ്ടിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് മറന്നു പോയാൽ നമുക്ക് സ്റ്റോക്ക് ശബ്ദം കേൾപ്പിച്ചാൽ ഈ ഫിൽറ്റേഴ്സൊക്കെ ഇങ്ങനത്തെ നമ്മൾ ഹൈ പെർഫോമൻസ് ഫിൽറ്റേഴ്സ് വെക്കുമ്പോൾ എക്സോസ്റ്റ് നോട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻടേക്ക് ശബ്ദത്തിൽ ചേഞ്ച് വരുന്നുണ്ട്, ഓവറോൾ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഒറ്റയടിക്ക് വേണ്ടി സ്റ്റാർട്ട്. ഇതാണ് കേട്ടോ ഐഡിലുള്ള ശബ്ദം. ചേഞ്ച് ഇടോ നിങ്ങൾ ഓർത്തു വെക്കണം. ഇത്ര നല്ല ശബ്ദമായിരുന്നല്ലേ. ഇതൊക്കെ ചെയ്തിട്ട് വൈബ്രേഷൻ ഒന്നുമില്ല വണ്ടിക്ക്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എയർ ബോക്സ് റിമൂവ് ചെയ്യാനായിട്ട് ഈ വലിയ മാസീവ് എയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഊരിയെടുക്കാൻ വേറെ എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? എന്താ? ഓ യെസ്. സോ ഇതാണ് കേട്ടോ സ്റ്റോക്ക് എയർ ബോക്സ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. എയർ ഫിൽറ്റർ വെക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുറത്ത് കുറേ നമ്മുടെ റോഡ് യൂസ് ആകുമ്പോൾ കുറേ പൊല്യൂട്ടൻസ് ഉണ്ടാവും. മാത്രമല്ല സാൻഡ്, അങ്ങനത്തെ കുറേ ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കൽസ് ഉണ്ടാവും. അത് ഡയറക്റ്റ് ഈ ത്രോട്ടിൽ ബോഡി വെച്ച് നമ്മുടെ ഡയറക്റ്റ് കമ്പഷൻ ചേമ്പറിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഡാമേജസ്. നമ്മുടെ വാൽസിലാണെങ്കിലും ഇവിടെ ഒച്ച ഉണ്ടാക്കണമെന്നുണ്ട്. നമ്മുടെ വാൽസിലാണെങ്കിലും പിസ്റ്റനിലാണെങ്കിലും ഡാമേജ് സംഭവിക്കാം. ഇപ്പോൾ നമ്മുടെ RCക്ക് സംഭവിച്ചിരുന്ന ഇതിൻ്റെ എഞ്ചിൻ ഊരി മാറ്റുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ കല്ലും മണ്ണും കയറി കൊണ്ടാണ്. ആ കല്ലും മണ്ണും കയറി ഡാമേജ് ആയതുകൊണ്ടാണ് നമ്മളത് റിമൂവ് ചെയ്ത് മാറ്റിയ കംപ്ലീറ്റ് സിലിണ്ടർ പിസ്റ്റൺ എല്ലാം മാറ്റേണ്ടി വരും. ഒരു നല്ലൊരു ഹെഫ്റ്റി ബില്ലും കിട്ടും. സോ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ BMCയുടെ എയർ ഫിൽറ്റർ, ആ BMCയുടെ എയർ ഫിൽറ്റർ ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഓക്സിജൻ വലിയ സംഭവം ഉണ്ടാകുന്ന എനിക്ക്, പക്ഷേ സംഭവമൊന്നുമില്ല. നേരത്തെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയത് സാധനം ഇല്ലാണ്ടാന്ന് നോക്കാൻ വേണ്ടി നോക്കാം. ഇതാണ് ട്വിൻ എയർ ഫിൽറ്റർ സംഭവങ്ങൾ. ഇതിൻ്റെ കൂടെ ടീഷർട്ടും ഇതൊക്കെ കിട്ടും. അതൊക്കെ നേരത്തെ തുറന്നപ്പോൾ തന്നെ പിള്ളേർ എടുത്തോണ്ടും പോയി. ഞാൻ തന്നെ പയ്യനായിട്ടുള്ള ഞാൻ സ്റ്റിക്കറും കിട്ടും, പോസ്റ്റേഴ്സും ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ. ഇത് പ്രീ ഓയിൽഡാണ് കേട്ടോ. കുറച്ച് പ്രീ ഓയിൽഡ്നെസ്സൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി ഈ സംഭവം കൊള്ളാം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് ട്വിൻ എയർ ടൈപ്പ് ഫിൽറ്റേഴ്സ്. ഈ ട്വിൻ എയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധാരണ സിംഗിൾ എയർ ഫിൽറ്റേഴ്സ്, ഈ കോണിക്കൽ ഫിൽറ്റേഴ്സ് ഒക്കെ പറയാം, അത് കാണുന്ന ലാറ്റർ ഈ സൈഡിൽ നിന്ന് മാത്രമേ എയർ കയറുള്ളൂ. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ എയർ ഫ്ലോ ഉണ്ട്. അതുകൊണ്ടാണ് ട്വിൻ എയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഫിൽറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി ആ എയർ ബോക്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫിൽറ്റേഴ്സിന് ഏകദേശം 10 microns വരെ ഫിൽട്രേഷൻ റേറ്റ് ഉള്ളൂ. 10 microns
ഏകദേശം ഒരു ഐഡിയ പറഞ്ഞാൽ നമ്മുടെ ഈ മുടി 70 മൈക്രോൺസാണ്. അതിനെക്കാട്ടി ചെറിയ പാർട്ടിക്കൽസ് നമ്മുടെ സ്റ്റോക്ക് എയർ ഫിൽറ്റർ. പക്ഷേ ഇത് 7 മൈക്രോൺസ്, 3 മൈക്രോൺസ് കൂടുതൽ ഫിൽട്രേഷൻ റേറ്റിൽ മാത്രം കൂടുതൽ എയർ ഫ്ലോയും ഉള്ള. അപ്പം കൂടുതൽ എയർ എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് കേട്ടോ. ഈ കൂടുതൽ ഓക്സിജൻ കിട്ടുന്നവർ കൂടുതൽ ഫ്യൂലും കൊടുത്തതിന് ഇറ്റ് മേക്സ് മോർ പവർ. നമ്മുടെ എൻജിൻ ബേസിക്കലി ഒരു എയർ പമ്പാണ്. അതിൻ്റെ ഈസി മന്ത്ര എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്യൂൽ കൂടുതൽ ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ അത് കമ്പഷൻ ചെയ്യുന്നു, ഇറ്റ് മേക്സ് മോർ പവർ. സിമ്പിൾ ഇക്വേഷൻ. അതിന് വേണ്ടി നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ചിലർ ഇപ്പോൾ നമ്മുടെ KTM ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പണാണ്, വെലോസിറ്റി സ്റ്റാക്ക് എന്ന് പറയുന്ന സംഭവം കൂടി വെക്കും, ബെൽ മൗത്ത് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓടിക്കുക. അപ്പോൾ കൂടുതൽ എയർ, ഒരു റെസ്ട്രിക്ഷൻ കൂടി ഇല്ലാണ്ട് എയർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ വെരി ലെസ് എൻജിൻ ലൈഫാണ് കിട്ടുന്നത്. ഇതിലെല്ലാം കണ്ടാമിനൻസ് അല്ലെങ്കിൽ സാൻഡ് ആണെങ്കിൽ കുറേ ഫൈൻ പാർട്ടിക്കൽസ് ഒക്കെ കയറിയിട്ട് ഇറ്റ് ക്യാൻ കോസ് എക്സസീവ് ആയിട്ടുള്ള എൻജിൻ വെയർ. അതൊക്കെ വേണ്ട. നമ്മുടെ ഇത് ട്രാക്ക് ബിൽഡായിരിക്കും. റേസിന് പോകുമ്പോൾ നമ്മൾ ഇത് വെലോസിറ്റി സ്റ്റാക്ക് വെച്ചേക്ക് റൺ ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് പ്രാക്ടീസ് കുറേ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് രണ്ട് നമ്മുടെ കണ്ടില്ലേ, ഈ ത്രോട്ടിൽ ബോർഡിട്ട് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഈ ഇൻസ്റ്റാളും കൂടി ചെയ്ത് കഴിഞ്ഞു. അത്രയ്ക്ക് ഈസിയാണ് പ്രൊസീജിയർ. എങ്ങനെയുണ്ട് സാർ? മാത്രമല്ല ഇപ്പോൾ ഇതിനെ ട്വിൻ എയർ ഫിൽറ്റർ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ട്വിൻ എയർ ഫിൽറ്റർ എന്നാണ് പറഞ്ഞത്, ഇതിൻ്റെ ട്വിൻ എയർ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട ഞാൻ ഊരി കാണിച്ചത്. ഇത് ഊരട്ടെ. അയ്യോ 1 സെക്കൻഡ്. കട സാധാരണ നമ്മളിപ്പോൾ കോണിക്കൽ ഫിൽറ്റേഴ്സ് പറയുകയാണെങ്കിൽ സൈഡിലൂടെ മാത്രമേ ഫ്ലോ ഉണ്ട്. അതിന് സിംഗിൾ എയർ ഫിൽറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സിംഗിൾ എയർ ഫിൽറ്റർ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കൺഫ്യൂസ് ചെയ്യാം, എനിക്ക് പറഞ്ഞ ചെറിയ കൺഫ്യൂസ്. പക്ഷേ ഇതിന് ഉള്ളിൽ നോക്കി, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻടേക്ക് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫ്ലോ ഉണ്ട്. ഇതിന് ലാറ്ററലും ഇത് സെൻട്രൽ ഫ്ലോ ആണ്. അപ്പോൾ ലാറ്ററൽ ഫ്ലോ ആണ് സാധാരണ കോണിക്കൽ ഫിൽറ്റേഴ്സിലുള്ള. ഇതിന് സെൻട്രൽ ഫ്ലോ കൂടിയുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ കൂടി എയർ എടുക്കുന്നത്. അതുകൊണ്ടാണ് ട്വിൻ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. പ്ലഗ് ആൻഡ് പ്ലേ, ഡയറക്ട്ലി മെയ്ഡ് ഫോർ ദ R3 ആണ്. കണ്ട, ഈ രണ്ട് ക്ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, ഇത് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്ത് വെച്ചാൽ അൽത്താ വെവാ മുത്ത ടൈറ്റ് ചെയ്യാം. സോ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര സ്പേസാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ആ എയർ ബോക്സ് മാറ്റിയപ്പോൾ. ഇപ്പോൾ നമുക്ക് തിരിച്ച് കണക്ഷൻ ചെയ്യാം. അതിൻ്റെ കണക്ടേഴ്സ്, ഇതിൻ്റെ ഒരു ഓഫ്ലോ പൈപ്പ് ഉണ്ട്, അതും കൂടി കണക്ട് ചെയ്യട്ടെ, മറക്കരുത്. അത് ഓഫ്ലോ പൈപ്പ് ഉണ്ട്, അത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സെറ്റാണ്. തിരിച്ച് അതിൻ്റെ എക്സോസ് നോട്ടും കേൾപ്പിച്ചാൽ, എക്സോസ് നോട്ടല്ല, ഇതിൻ്റെ ഓവറോൾ സൗണ്ട് എത്രത്തോളം ചേഞ്ച് വരും നമുക്ക് നോക്കാം. സോ നമ്മളുടെ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷ്രൗഡും സീറ്റും എല്ലാം ടാങ്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സോസ് നോട്ട് കേട്ട് നോക്കാം. സോ ഈ വണ്ടിയുടെ നമ്മൾ വയറിംഗ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ചെറിയ ഉടായ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഈ ശരിക്കും ക്വിക്ക് റോഡിൽ തന്നെ അതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പില്ല. അത് നമുക്ക് പിന്നെ ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ഉടായ്പിൽ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള സെറ്റപ്പ് ചെക്ക്. ഓക്കെ, സെറ്റ് ചെക്ക് വൺ. എക്സോസ് നോട്ട് ചേച്ചിട്ടോ നിങ്ങൾ പറയണം. നല്ല വ്യത്യാസം ഉണ്ടല്ലോ. സോ നമ്മൾ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഡിഫറൻസ്. ഇപ്പോൾ റെവിങ് കുറച്ചൊരു ഫ്രീ റെവിങ് ആയി. നേരത്തെ ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റാത്തതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷേ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. കൈ കൊടുത്താൽ എവിടെയൊക്കെ 5K RPM ഇറ്റ് വാസ് റിലക്റ്റൻറ്റ്. ഒരു എന്താ ടോപ്പ് RPM 30,000 RPM ആണെങ്കിലും അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു അൺഈസിനെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ തന്നെ ഇറ്റ് ഫ്ലോസ്, അത്രമാത്രം എയർ കയറുന്നതുകൊണ്ടാണ്. ഇത് ട്യൂണിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് ശരിക്കും ഇല്ലെന്നാണ് പറയുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ് നീഡ്സ് ട്യൂണിങ്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റോക്ക് ECU ഒന്നെങ്കിൽ റീമാപ്പ് ചെയ്യും, അല്ലെങ്കിൽ വിൽ ബി യൂസിങ് സ്റ്റാൻഡ് അലോൺ ECU. നമ്മുടെ ഈ ECU മാറ്റിയിട്ട് വേറൊരു ECU ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ARRC ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന എയറേസർ എന്ന് പറഞ്ഞ ECU കമ്പനിയാണ്. അതിൻ്റെ മിനി 5 അല്ലെങ്കിൽ സൂപ്പർ 2 എന്ന് പറഞ്ഞ മോഡലുണ്ട്. നമ്മുടെ ഈ RCയിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, ഇതിൻ്റെ സ്റ്റോക്ക് ECU റിമൂവ് ചെയ്ത് മാറ്റിയേക്കുവാണ്. എന്നിട്ട് നമ്മൾ എയറേസർ സ്റ്റാൻഡ് അലോൺ ECU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ സെയിം സെറ്റപ്പിലേക്ക് റൺ ചെയ്യുന്നത് നമുക്ക് ഫുൾ കൺട്രോൾ ടു എല്ലാത്തരം എൻജിൻ പാരാമീറ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പിലോട്ടാക്കാം. സോ ഇന്നത്തെ ദിവസത്തിലുള്ള എയർ ഫിൽറ്റേഴ്സിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൻ്റെ എയർ ഫിൽറ്റർ വെക്കുന്നത്. പൊല്യൂട്ടൻസ് കണ്ടാമിൻസ് ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി, എൻജിൻ ലൈഫ് കൂട്ടാൻ വേണ്ടി, ഫോർ റേസിംഗ്, ഫോർ ട്രാക്ക് പർപ്പസിന് നമുക്ക് മാക്സിമം പെർഫോമൻസ് വേണ്ട സ്റ്റോക്ക് എയർ ബോക്സ് എയർ ഫിൽറ്റർ ഉണ്ടെങ്കിൽ
അത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കുറച്ച് പവർ ലോസ് ഒക്കെ കുറച്ചധികം പവർ ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇത് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് സീരീസിൽ ഇതാണ് റാപ്പ് ഓഫ് എപ്പിസോഡ് 3 അല്ലേ, എപ്പിസോഡ് 3യുടെ റാപ്പാണ്. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എക്സോസിസ്റ്റമായിരിക്കും മാറ്റുന്നത്. എക്സോസിസ്റ്റം എയർ ഇൻടേക്ക് അത് ഒബ്വിയസ്ലി വേണം. നമുക്ക് കൂടുതൽ ഫ്യൂൽ ടു ദ എഞ്ചിൻ കൊടുക്കുകയാണെങ്കിൽ ആ എക്സോസ് ഗ്യാസ് ഒക്കെ പുറത്തോട്ട് തള്ളിക്കണം, ഫ്രീ ഫ്ലോ ആക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ പുതിയൊരു എക്സോസിസ്റ്റം ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി എപ്പിസോഡ് 4. സോ ഹോപ്പ് യു എൻജോയ്ഡ്. ഇത് ലോങ് സീരീസ് ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും, പല കാര്യങ്ങളും നമുക്ക് കവർ ചെയ്തു പോവാം. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.